ഇറാൻ-യു.എസ് സമാധാന ധാരണ ചർച്ചകൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി യു.എസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. ആണവ സമ്പുഷ്ടീകരണവും ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ചും മാത്രമാണ് തർക്കം നിലനിൽക്കുന്നതെന്നും ജെ.ഡി. വാൻസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇപ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോൾ ജെ.ഡി. വാൻസിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണവും നിലവിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം 450 കിലോഗ്രാമോളമുണ്ട്. ആ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വിഷയങ്ങളും മാത്രമാണ് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നതെന്നാണ്. അതേസമയം ഹോർമൂസിന്റെ കാര്യം അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. അതിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനയും അതിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു നിർണായക സംഭവവികാസം എന്ന് എടുത്തു പറയേണ്ടത് ഒരു സമാധാന ധാരണയുടെ ഭാഗമായി വെടിനിർത്തൽ ധാരണ 60 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഇനി പ്രസിഡന്റിന്റെ അംഗീകാരം കൂടിയാണ് അതിൽ വേണ്ടത് എന്ന ചില സൂചനകൾ, അനൌദ്യോഗികമായ ചില വിവരങ്ങൾ വൈറ്റ് ഹൌസിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശക്തമായ രീതിയിൽ ഇറാനെ ധാരണയിലെത്തുന്നതിന് പ്രേരിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൺ.